ഹിൻഡൻബർഗ് റിപ്പോർട്ട് കോൺഗ്രസിൻ്റെ പിന്തുണയോടെയുള്ള വലിയ ഒരു ഗൂഢാലോചനയാണെന്ന് BJP ആരോപിക്കുന്നുണ്ട്. യാതൊന്നും നടന്നില്ല, വലിയ കോലാഹലമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട്. എന്തായിരുന്നു ഈ അജണ്ടയ്ക്ക് കാരണം? അല്ല, ഈ പല രീതിയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിൽ അവർ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ടാർഗറ്റ് ചെയ്യും. അതിലൊന്നായിരുന്നു അടുത്ത കാലം വരെ ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ എന്തോ കള്ളത്തരം കാണിക്കുന്നു, EVM പൊട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് വൻ ബഹളമില്ലായിരുന്നു. അതെ, ഇലക്ഷൻ കമ്മീഷൻ 150 ജില്ലാ കളക്ടർമാരെ കോണ്ടാക്ട് ചെയ്തു BJPക്ക് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന കേട്ടാൽ BJPക്കോ കോൺഗ്രസിനോ ഒക്കെ വോട്ട് മറിക്കുന്ന ജില്ലാ കളക്ടർ ഇരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. ഏതായാലും അങ്ങനൊരു ആരോപണം ജയറാം രമേശ് കൊണ്ടുവന്നു. എല്ലാവരും അത് ഏറ്റെടുത്തു. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, അത് അന്വേഷിച്ച് ഏത് കളക്ടറാണെന്ന് ഞങ്ങളോട് പറ, ഞങ്ങൾ നടപടിയെടുക്കാം. ഒരു കളക്ടറും ഇല്ല, ഒന്നുമില്ല, ചുമ്മാ ഒരു കൊണ്ടടിച്ച്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇല്ലാതാക്കുക. അങ്ങനെ ഒരു റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷനാണ് SEBI, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ ആദ്യം ഇവർ ഷെയർ മാർക്കറ്റിനെ ഹിറ്റ് ചെയ്തു. ഹിൻഡൻബർഗ് കഴിഞ്ഞ തവണ മാർക്കറ്റിൽ കുറച്ച് വ്യതിയാനങ്ങളുണ്ടായി, ബട്ട് മാർക്കറ്റ് തിരിച്ചു വന്നു. ഇപ്പോൾ ഈ ഷെയർ മാർക്കറ്റ് ഒരു രാജ്യത്തിൻ്റെ ഫൈനാൻഷ്യൽ ഹെൽത്ത്നെസ്സിൻ്റെ പല ഫാക്ടേഴ്സിൽ ഒന്നാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. അപ്പം വളരെ ഡെലിക്കേറ്റാണത്. ചെറിയൊരു അഭ്യൂഹം മതി അത് ക്രാഷ് ചെയ്യാൻ, അതുപോലത്തെ ഒരു ആക്ഷൻ മതി അത് മുകളിലേക്ക് പോകാൻ. ഇതാണ് ഷെയർ മാർക്കറ്റിൻ്റെ സ്വഭാവം. അതിനിടയ്ക്ക് ഈ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഇടപെടുകയും ചെയ്യും. അങ്ങനെ ഇടപെടുന്ന ഒരു കൊള്ളക്കാരനാണ് ഈ പറഞ്ഞ ഹിൻഡൻബർഗ്. ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടിൻ്റെ വിശ്വാസ്യത നോക്കൂ. ഞാൻ സിനുജി അത് വായിച്ച് കേൾപ്പിക്കാം. ഹിൻഡൻബർഗ് ഒരു ലീഗൽ ഡിസ്ക്ലെയിമർ, നമ്മളൊരു സാധനത്തിന് ഡിസ്ക്ലെയിമർ എന്ന് പറഞ്ഞ് ചെറിയ അക്ഷരത്തിൽ താഴെ എഴുതുമല്ല, ഈ ഞങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിച്ച് നിങ്ങൾക്ക് വല്ല വയറിളക്കമോ തൂറ്റലോ ബാധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല എന്നൊക്കെ പറഞ്ഞ് ചെറിയ ഇതിൽ സംഭവം നമ്മൾ ഇതങ്ങ് പൊലിപ്പിക്കും. ഇതെല്ലാവരും കഴിച്ചോ എന്ന് പറഞ്ഞു. ഇത് കഴിച്ച് ഇവൻ അവശ്യ നിലയിൽ ആശുപത്രി കൊണ്ടുപോയി നമ്മളിങ്ങനെ സ്റ്റാർ ഇട്ട് ഡിസ്ക്ലെയിമർ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഉത്തരവാദിയല്ല. ഇതുപോലെ ഹിൻഡൻബർഗിൻ്റെ ഡിസ്ക്ലെയിമർ ഞാൻ വായിക്കാം. ദിസ് റിപ്പോർട്ട് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ റെക്കമെൻഡേഷൻ ഓൺ സെക്യൂരിറ്റീസ്. ഞങ്ങൾ ഒരു റെക്കമെൻഡേഷനും നടത്തുന്നില്ല. ദിസ് റിപ്പോർട്ട് റെപ്രസെൻറ്റ്സ് അവർ ഒപ്പീനിയൻ, ഞങ്ങളുടെ അഭിപ്രായം, ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ് കമൻറ്ററി. ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടല്ല, ഇൻവെസ്റ്റിഗേറ്റീവ് കമൻറ്ററി, കമൻ്റ് അടിച്ചിരിക്കുകയാണ് ഞങ്ങൾ. ആൻഡ് വി എൻകറേജ് എവറി റീഡർ ടു ഡു ദെയർ ഓൺ ഡ്യൂ ഡിലിജൻസ്. ഈ റിപ്പോർട്ട് വായിക്കുന്ന ഓരോ ആളും സ്വന്തമായിട്ട് ഇതൊക്കെ ശരിയാണോ എന്ന് കണ്ടുപിടിച്ചോളണം. യൂസ് ഓഫ് ഹിൻഡൻബർഗ് റിസർച്ച് എന്ന പരിപാടിയുടെ അവരുടെ റിസർച്ച് അത് യൂസ് ചെയ്യുന്നവർ ഈസ് അറ്റ് യുവർ ഓൺ റിസ്ക്. ഞങ്ങളുടെ റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് നിങ്ങളെവിടെയെങ്കിലും പോയി കുരുങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല, റിസ്ക് നിങ്ങൾക്കാണ്. ഇൻ നോ ഇവൻറ്റ് should Hindenburg Research or any affiliated party be liable for any direct or indirect trading losses caused by any information in this report. നിങ്ങൾക്ക് എന്ത് നാശനഷ്ടം ഉണ്ടായി തെണ്ടി പണ്ടാരടങ്ങിയാലും ഞങ്ങൾക്കോ ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കമ്പനിക്കോ യാതൊരു ബാധ്യതയും ഉണ്ടാവുന്നതല്ല. യു ഫർദർ എഗ്രി ടു ഡു യുവർ ഓൺ റിസർച്ച്. നിങ്ങൾ ഇതിൽ നിങ്ങളുടെ സ്വന്തം റിസർച്ച് നടത്താൻ സമ്മതിക്കുന്നു. ആൻഡ് ഡ്യൂ ഡിലിജൻസ്, നിങ്ങളുടെ സ്വന്തം പരിശോധന. കൺസൾട്ട് യുവർ ഓൺ ഫൈനാൻഷ്യൽ, ലീഗൽ ആൻഡ് ടാക്സ് അഡ്വൈസേഴ്സ്. 3 അഡ്വൈസേഴ്സിനാണ് സിനുജി ഞാനും ഒക്കെ കോൺടാക്ട് ചെയ്യേണ്ടത് ഹിൻഡൻബർഗ് റിപ്പോർട്ട് നേരാണോ എന്നറിയാൻ. ഫൈനാൻഷ്യൽ, ലീഗൽ ആൻഡ് ടാക്സ് അഡ്വൈസേഴ്സ് ബിഫോർ മേക്കിംഗ് എനി ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ വിത്ത് റെസ്പെക്റ്റ് ടു എന്ന് പറഞ്ഞ് പോകണം. അതായത് ഞാനൊരു റിപ്പോർട്ട് അങ്ങ് പ്രസിദ്ധീകരിക്കുന്നു, അതെൻ്റെ ഒരു കമൻ്റാണ്, ഞാൻ നടത്തിയ റിസർച്ചിൻ്റെ പുറത്ത് ഞാൻ നടത്തിയ കമൻ്റാണ്.
ഈ കമൻറ്റ് വായിച്ച് ഇത് വിശ്വസിച്ച് സിനുജി പോയി കുഴിച്ചാടിയാൽ എനിക്ക് ഒരു ഉത്തരവാദിത്വമില്ല. സിനുജിയുടെ സ്വന്തമായ റിസർച്ച് നടത്തണം. സിനുജി ടാക്സ്, ലീഗൽ, ഫൈനാൻസ് ഇങ്ങനത്തെ കൺസൾട്ടൻറ്റിനെയൊക്കെ എൻ്റെ റിപ്പോർട്ട് കൊണ്ടുപോയി കാണിച്ചിട്ട് ഇത് ശരിയാണോ ചേട്ടാ എന്ന് ചോദിക്കണം. എന്നിട്ട് വേണം സിനുജി തീരുമാനം എടുക്കാൻ. ഇതാണ് ഹിൻഡൻബർഗിൻ്റെ ഡിസ്ക്ലെയിമർ. ഈ സാധനത്തിൻ്റെ പുറത്ത് ഇവിടെ വലിയ ബഹളം നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ചെറിയ കാര്യമാണെന്ന് ആലോചിച്ചത്. എവിടെ ഇരിക്കുന്ന 3-4 പേര് അത് സ്റ്റഡി ചെയ്ത് ഇങ്ങനെയാണെന്ന് പറയും. ഇപ്പോൾ ഇവർ ഫൈനലി കണ്ടുപിടിച്ചിരിക്കുന്നത്. ഏതായാലും പ്രശ്നം ഇന്ന് സുപ്രീം കോടതി പോയിട്ടുണ്ട് കേട്ടോ. സുപ്രീം കോടതിയിൽ ഹിൻഡൻബർഗ് അത് കിട്ടിയാൽ മിക്കവാറും പ്രശാന്ത് ഭൂഷണായിരിക്കും അഡ്വക്കേറ്റ്. കഴിഞ്ഞ തവണ അങ്ങേരെ ആയിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ അങ്ങേരെ ആയിരിക്കും എന്ന് വിചാരിക്കാം. കാരണം അങ്ങേരും കൂടെ ചേർന്നാണ് ഈ കലാപരിപാടി നടത്താറുള്ളത്. ഇനി അടുത്തത് OCS-CRP എന്ന് പറഞ്ഞ് വേറൊരു റിപ്പോർട്ട് കൂടെ വരും. ഇപ്പോഴേ കുറിച്ച് വെച്ചോ. ഇത് ഏകദേശം ഇത് സുപ്രീം കോടതിയിൽ തോൽക്കും എന്നാകുമ്പോൾ OCS-CRP റിപ്പോർട്ടാണ്. ഇതാണ് അതിൻ്റെ ചടങ്ങ്. അങ്ങനെയാണ് നമുക്കറിയാമല്ലോ. ഈ നമ്മൾ കണ്ട് ശീലിക്കുന്ന ചടങ്ങുകൾ. ഇപ്പോൾ ഇനി അടുത്തത് ഇത് എന്ന് നമുക്കറിയാം. അതുപോലെ അടുത്തത് OCS-CRP റിപ്പോർട്ടാണ്. ഇപ്പോൾ ഈ സാധനം കൊണ്ട് പോയിരിക്കുന്നു. ഇവരുടെ ആകെ അലിഗേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ സെബിയുടെ ഡയറക്ടർ അവർ ഇൻവെസ്റ്റ് ചെയ്ത ഒരു കമ്പനിയിൽ അദാനിയുടെ അനിയനോ അളിയനോ ആരാണ് വിജയ് അദാനിയും അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കള്ളത്തരമാണ്. അതെന്ത് കള്ളത്തരം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ സിനുജി ഫെഡറൽ ബാങ്കിലാണ് അക്കൗണ്ട്, എനിക്കും ഫെഡറൽ ബാങ്കിലാണ് അക്കൗണ്ട്. പക്ഷെ നമുക്ക് തമ്മിൽ യാതൊരു പരിചയമില്ല, ഒന്നുമില്ല. നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്നൊക്കെ പറയാം. ഞാൻ ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നു, അവിടെ എന്തെങ്കിലും വിവാദം ഉണ്ടായി കഴിയുമ്പോൾ സിനുജിയെ പിടിച്ചാൽ അതിനകത്തിടുക. അതെന്താ കാര്യം? അത് മോഹൻദാസിന് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട്, സിനുജിക്കും ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ തമ്മിൽ ബന്ധമില്ലേ എന്ന് ചോദിക്കുക. എന്നിട്ട് സിനുജി ഇരിക്കുന്ന സ്ഥലത്ത്, സിനുജി ജനപ്രതിനിധിയാണ്, ഞാൻ കമ്പനി എക്സിക്യൂട്ടീവാണ്. ജനപ്രതിനിധിയെ നാറ്റിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ പരിപാടിയാണ് നടക്കുന്നത്. ഫൈനലി ഇറ്റ് റെഡ്യൂസ് ടു ദിസ്. ഇത് ഈ കോൺഗ്രസ്സുകാരും ഹിൻഡൻബർഗിൻ്റെ സ്നേഹിതന്മാരും ഒക്കെ കൂടെ അവർ ഡയഗ്രം വരച്ചത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ ഡയഗ്രത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ആകെ ഇവരുടെ കയ്യിലുള്ളൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെബിയുടെ ഡയറക്ടർ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയിൽ വിജയ് അദാനിയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിജയ് അദാനി മാത്രമല്ല, ഒരുപാട് സാധാരണക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷെയർ മാർക്കറ്റിൽ ആരൊക്കെ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം കുറ്റവാളികളാണെന്നാണ്. അതോ ഇത്രയും പേരെ സ്വാധീനിച്ച് സെബി ഡയറക്ടർ എന്ത് ചെയ്തു? ഇറഗുലാരിറ്റി എന്താ ഇതിനകത്ത്? കേസ് എന്താ? അത് ഇതുവരെ ആരും പറയുന്നില്ല. കേസ് എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ വിജയ് അദാനി ഇട്ട അതേ കമ്പനിയിൽ ഇവർക്കും ഷെയർ ഉണ്ട്. ശരി, ഉണ്ട്. അതുകൊണ്ട് കേസ് എന്താ? ഇല്ലീഗാലിറ്റി എന്താ? തെറ്റെന്താ? അത് പറയണ്ടേ? അത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഇവരൊക്കെ വലിയ ശക്തന്മാരും ഇപ്പോൾ ഈ ബ്രോഡ്കാസ്റ്റിംഗ് ബില്ലിനെയൊക്കെ അവരെതിർക്കുന്നത് ഇതുകൊണ്ടാണ്. കാരണം ഇവരുടെ ഈ നരേറ്റീവ് പിന്നെ ഓടില്ല. അപ്പോൾ ഈ നരേറ്റീവ് ഓടിക്കാനായിട്ട് കോൺഗ്രസും അതിൻ്റെ സംഘടനകളും പിന്നെ സുപ്രീം കോടതിയിലെ വക്കീലന്മാർ അവരുടെ ഒരു സംഘമുണ്ട്. കപിൽ സിബൽ, പ്രശാന്ത് ഭൂഷൺ, ദുഷ്യന്ത് ദവേ, വൃന്ദ ഗ്രോവർ, ഇന്ദിരാ ജയ്സിംഗ്, ഇതുപോലെ കുറേ ടീംസ് ഇവരുണ്ട്. അഭിഷേക് മനു സിംഗ്വി ഒക്കെ അവരുടെ ഒരു ഗാങ്ങിൽപ്പെട്ടവരാണ്. അവർ ഹർജി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രാഗൽഭ്യം കൊണ്ട് ഹർജി നേരത്തെ ലിസ്റ്റ് ചെയ്യും. കാരണം അവർക്കറിയാം ഇതൊരു അർജൻറ്റ് ആയിട്ട് പരിശോധിക്കേണ്ട ഒരു കേസാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള സാമർഥ്യം അവർക്കുണ്ട്. കോടതി അത് വിശ്വസിച്ചിട്ട് ശരി നാളെ തന്നെ ലിസ്റ്റ് ചെയ്യുമെന്ന് പറയും. ചിലപ്പോൾ ഇന്ന് തന്നെ ലിസ്റ്റ് ചെയ്യാൻ പറയും. ഇതൊക്കെ അവർക്കറിയാം അത് എങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞാലും കേസ് ലിസ്റ്റ് ചെയ്യില്ല കേട്ടോ. കാരണം നമുക്കതിൻ്റെ സാമർഥ്യം അറിയാം. ഇപ്പോൾ ഞാൻ കോടതിയെ കുറ്റം പറയുകയില്ല, സിസ്റ്റത്തെ കുറ്റം പറയുകയില്ല. സുപ്രീം കോടതിയിൽ വേണ്ടൊരു സാമർഥ്യം അതെനിക്ക് സിനിമയ്ക്കുകയില്ല. ഇവർക്ക് അതുകൊണ്ട് എത്രയോ വർഷമായിട്ട് അവരെ കിടന്ന് പയറ്റി തെളിഞ്ഞുകൊണ്ട് ഒരു ഹർജി എപ്പോൾ ഏത് ബെഞ്ചിലേക്ക് എപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോൾ വരും എന്നൊക്കെയുള്ളൊരു കാൽക്കുലേഷനൊക്കെ അവർക്കുണ്ട്. പിന്നെ അവർ പ്രഗത്ഭന്മാരുമാണ്. അവർ ഹർജി കൊടുത്താൽ തന്നെ വാർത്തയാകും. പ്രശാന്ത് ഭൂഷൻ്റെ ഹർജി എന്ന് പറഞ്ഞാൽ തന്നെ വാർത്തയാകും. അങ്ങനത്തെ പ്രാധാന്യം അവർക്ക് കിട്ടുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ കേസും ഇമ്മീഡിയറ്റ് കേൾക്കാനൊക്കെ തീരുമാനിച്ചെന്ന് വരും. ബട്ട് ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളിൽ യാതൊരുവിധ ഇല്ലീഗാലിറ്റിയും ഇല്ല. ഈ പറഞ്ഞ പോലെ 2 പേർക്ക്
ഒരേ കമ്പനിയിൽ 2 പേര് ഷെയർ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇല്ലീഗാലിറ്റി. ഇതല്ലാതെ വേറെ ഒന്നും അവർക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ജോർജ് സോറസിൻ്റെ ഇടപെടൽ ഇതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ജോർജ് സോറസ് കൂട്ടുകെട്ട് വീണ്ടും അടുത്തൊരു തന്ത്രമായിട്ട് ഇറങ്ങിയതായിരുന്നു. അല്ല, ഒരു പെർമനൻ്റ് അറേഞ്ച്മെൻ്റായിട്ട് തുടരുകയാണ്. അതിൻ്റെ പല വിഭാഗങ്ങളുണ്ട്. ഈ ഹൈഡ്രാ ഹെഡഡ് മോൺസ്റ്റർ എന്ന് പറയുമല്ലോ, ഒരു തലയല്ല, ഒരുപാട് തലയുണ്ട് അതിന്. അപ്പോൾ അതിൽ ഒരു തല ചെയ്യുന്നത് ചിലപ്പോൾ മറ്റേ തല അറിയണമെന്നില്ല, അറിഞ്ഞുകൂടായികയുമില്ല. ഇത് മൊത്തം നിയന്ത്രിക്കുന്ന തല വേറെ ഉണ്ടാകും. ഇവർക്കൊന്നും പരസ്പരം അറിഞ്ഞിരിക്കണമെന്നില്ല. അറിയാതെയും സംഭവിക്കുക, ചിലപ്പോൾ അറിഞ്ഞായിരിക്കും, ചിലപ്പോൾ അറിയാതെ ആയിരിക്കും. പക്ഷേ ഈ സെറ്റപ്പ് ഉണ്ട്. ഈ ഹൈഡ്രാ ഹെഡഡ് മോൺസ്റ്റർ ഈസ് വർക്കിംഗ് അഗൻസ്റ്റ് ഇന്ത്യ. അപ്പോൾ എന്തായാലും ഇതിനെ സംബന്ധിച്ചുള്ള ഈ വിവാദങ്ങൾ ഇപ്പോൾ ഈ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന സമയത്ത് ആ വിധിയും കൂടെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലത്. വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.